നടക്കാ, ഇങ്ങോട്ട് പോയാന്, ഇങ്ങോട്ട് നടക്കാന്, ആ മുന്നോട്ട് മുന്നോട്ട് നടക്കാന്. അപ്പട്ട പയ്യാനെ. ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ. കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും 10 തടി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തടിയാ വലിച്ചെന്നറിയോ? ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ. വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ. തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗണ്ടം തടി പുഴയെന്ന് ഒറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രനടയ്ക്ക് കൊണ്ടുവച്ചിട്ടേ അവൻ നിന്നുള്ളൂ. മാണിനായരെ ചിന്തയിലേക്ക് ഇറങ്ങാണ്. അമ്മാളുവിനെ കുറിച്ചായിരിക്കും ചിന്ത. അതല്ല ആശാനെ, എന്റെ മൂന്നാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും. അവളുടെ ഒരു അനിയത്തിക്കുട്ടിയും കൂടി നായര് ഉപേക്ഷിച്ച് അവിടെ നിൽക്കണ്ടെന്ന് കേട്ടു. കണ്ടോ മുതലാളി, തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം കിടത്തി ഇട്ടിരിക്കുക. എന്നിട്ട് അതിന് പകരം അവന്മാരെവിടെയോ പോയി കിടക്കുക. എടോ താറ്റുണ്ണി, താൻ ചെന്ന് ആ ആനക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മുറുക്കി കൂടാൻ ഇത് കല്യാണ പന്തലൊന്നും അല്ലെന്ന് പറഞ്ഞേക്കൂ. ശരി, അല്ല ശരി. എടാ അച്ചു, അച്യുതാ, അച്ചു എന്നാരെയാണ് വിളിച്ചത്? മണിഞ്ഞാലേ അപ്പൊ എന്ത് നിശ്ചയിച്ചു? ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ആ എല്ലാവരും എഴുന്നേറ്റോ. കേട്ടില്ലേ? ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണോ? മണിഞ്ഞാലേ ആഞ്ഞങ്ങ് വലിച്ചോളൂ. ഇത് മാണിയല്ല, താച്ചുണ്ണി പണിക്കരാണ്. താറ്റുണ്ണി, എന്തോ അവരിങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ? വന്നടാ പിള്ളേരെ, പറ. വാ. എടോ അച്ചു, കേശവനെ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നേ? ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടൊന്ന് നിർത്തിയിരിക്കുന്ന കരുതിയത്? മൃഗമാണെന്ന് കരുതി വാക്കുകൾ വായിന്ന് വീഴുമ്പോ അവ വിവരക്കേടാവരുത്. പണം അങ്ങട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് പവൻ കണക്കിനാണ് നഷ്ടം. മനസ്സിലായോ? ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട്. എന്താടോ ഈ ആവും വിധം? ആവും വിധം ഈ നിൽപ്പോ പറയും പോലെ ജോലി ചെയ്യണം. മറ്റാനകൾക്കുള്ള ആഹാരമാണോ കേശവന്? മറ്റാനകൾക്കുള്ള ഏക്കമാണോ അവന്? മറ്റാളുകൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ജോലി കേശവൻ ചെയ്യാറില്ലേ? കമ്പ പിടിക്കാൻ പറയടോ. അവൻ ഒന്നും നിന്നോട്ടെ. പറ്റില്ല, അവൻ ആനയാണ്. കമ്പ പിടിക്കടോ. ആര്, ഞാനോ? താനോ? എടോ നായരെ, എന്റെ ഈ മൂത്താം മുതലാളിയെ താൻ അറിയും. തന്റെ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കച്ചവടം നടത്തുന്നത്. കേശവ, ഇരുവങ്കിടത്ത് ഭഗവതിയുടെ പൂരത്തിന് കോലമെടുക്കാൻ അങ്ങോട്ട് വാ. അന്ന് കാണാം. വേണ്ടി വന്നാൽ അതിനു വേണ്ടി ഇതിനേക്കാൾ വലിയൊരു കൊമ്പനെ ഞങ്ങൾ വാങ്ങിക്കും. അയ്യോ, പിടിച്ച മുതലാളി, വാ. തടിയല്ല എന്നെ. അയ്യോ, കേശവ അവിടെ നിൽക്കുക. കേശവ അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. കേശവ, കേശവ നിൽക്കവിടെ. കേശവ നിൽക്കവിടെ. കേശവ നിൽക്കവിടെ. കേശവ എന്ന് എന്റെ ഗുരുവായൂരപ്പുള്ള പരാതി പറഞ്ഞു. ദേവസ്വത്തിന് പോയി ക്ഷണിക്കോ? ഞാനും വന്നിട്ടുണ്ട്. എനിക്കും ചെന്ന് പറയാനുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസല്ലേ? ആ, ഇത് മാണിനായര്. രാമേന്ദ്ര സാറിന്റെ അവിടെ. സംഗതി എന്താന്ന് വെച്ചാലേ, നമ്മുടെ കേശവ് ഇവിടുന്ന് പിണങ്ങിപ്പോയി. ആ
ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിൽക്കാൻ അപേക്ഷിക്കുന്നു. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? എടഞ്ഞാ വരുന്നെങ്കിൽ കഴിഞ്ഞു തന്നെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. അവനെ ഉദ്ദേശിക്കുന്നേ അവളൊന്നും ചെയ്യില്ല. എനിക്ക് ഉറപ്പുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. എന്റെ ഗുരുവായൂരപ്പ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കേശവൻ മടങ്ങി എത്തിയല്ലോ. ഇന്നേ നിനക്ക് രണ്ടുണ്ട് ശർക്കരയാ. എന്തിനാണെന്നറിയാമോ? ആ മൂത്താ മുതലാളിയോട് അങ്ങനെ തന്നെ പെരുമാറണം. കേശവനെ ആക്ഷേപിക്കുന്നതേ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കുന്ന പോലെയാ. എന്താ നന്ദിനിക്കുട്ടി, സുഖല്ലേ? അതെ അമ്മാവ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മാവ അമ്മാവ എന്ന് വിളിക്കരുതെന്ന്. ഞാൻ അച്യുതാരെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. നന്ദിനിക്കുട്ടി സമയം കിട്ടിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കും. നല്ല കേളവൻ. ചെറുപ്പക്കാർ തമ്മിലൊന്ന് സംസാരിക്കാൻ സമ്മതിക്കും. കോമണിയാരെ അറിഞ്ഞോ കേശവന്റെ ചാവക്കാട്ട വിശേഷം? അറിഞ്ഞല്ലോ അറിഞ്ഞല്ലോ. ഒരു കണക്കിന് അത് നന്നായി. ഇഷ്ടമില്ലാത്ത പണി എടുക്കാണ്ടിരിക്കുക നല്ലത്. അതെ, നമുക്ക് ആ തടിപിടുത്തവും വേണ്ട, കാശും വേണ്ട. മിടുക്കാൻ, കൊച്ചു മിടുക്കാൻ. മുറുക്കാനില്ലേ കയ്യില്? ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇരിക്കുക ആശാനെ. പുകല വടക്കം പോലെയാണ്. ആശാന് പിടിക്കാവോ? സാരല്ലയോ. ഇരിക്കുക അതിനെ കുട്ടി.
ആശാനോട് ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. മനമൊരുകുന്നു.